നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. നിപ്പ ബാധിച്ച് 14കാരൻ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു. മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച. പനി ബാധിച്ചത് 10 ദിവസം മുമ്പ്. നിപ്പ സ്ഥിരീകരിച്ചത് ശനിയാഴ്ച. കേരളത്തിൽ 6 വർഷത്തിനിടെ 21 നിപ്പ മരണം. കേരളം അതിവേഗം പനിക്കിടക്കയിലേക്ക്. ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണം കുതിക്കുന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം 13,000-ആയി. വൈറൽ പനിക്കൊപ്പം ഡെങ്കി, എലിപ്പനി, H1N1 പടരുന്നു. അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം കേരള കലാമണ്ഡലം ഒരു സിനിമയുടെ നൃത്തവേദി. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ചിത്തിനി എന്ന ചിത്രത്തിലെ ശൈലനന്ദിന വീഡിയോ ഗാനം തരംഗമാവുന്നു. കളരി ചുവടുകൾ നൃത്തരംഗത്തിന്റെ സവിശേഷത. നായിക മോക്ഷയുടേത് അമ്പരപ്പിക്കുന്ന നൃത്തച്ചുവടുകൾ. ചിത്തിനി ഓഗസ്റ്റ് 2 ലോകമെമ്പാടും തിയേറ്ററുകളിൽ. വാർത്താവിശേഷം V9 ടാക്കീസിൽ. തൃശൂർ ജില്ലയിൽ വ്യാപക മിന്നൽ ചുഴലി. വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 വീടുകളും 1 കാറും തകർന്നു. നിരവധി വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീണു. കഴിഞ്ഞ 20 ദിവസത്തിനിടെ സംസ്ഥാനത്ത് പെയ്ത മഴയിൽ 14,273 ഹെക്ടർ സ്ഥലത്ത് കാർഷിക നാശം. കൃഷിവകുപ്പിന്റെ കണക്ക് പ്രകാരം 19 കോടി രൂപയുടെ കാർഷിക നാശം. 30,000-ഓളം കർഷകർ ദുരിതക്കയത്തിലായി. സന്താന ഗോപാലമൂർത്തിയുടെ ആവാസഗേഹമായ അത്താണി ആനയിടത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനവയർ നിറയ്ക്കാൻ ഭക്തജന തിരക്ക്. ആനയൂട്ടിൽ കണ്ണികളായത് നിരവധി ഭക്തജനങ്ങൾ. പിതൃക്കോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു. മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ അന്നദാനം. കൈപ്പറമ്പിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന P.A. ശേഖരന്റെ സ്മരണകളിൽ നിറഞ്ഞ നാട്. കുറ്റേക്കര സെന്റ് ജോർജ് ഹൈസ്കൂളിൽ P.A. ശേഖരൻ അനുസ്മരണ സമ്മേളനം. അക്കാദമിക് പ്രതിഭകൾക്ക് ആദരം. നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന 7 ജനറൽ സീറ്റുകളിൽ UDF-ന് തകർപ്പൻ വിജയം. പോൾ ചെയ്ത 2035 വോട്ടിൽ UDF സ്ഥാനാർത്ഥികൾക്ക് 1770 വരെ വോട്ടുകൾ. വിമത സ്ഥാനാർത്ഥികളായി മത്സരിച്ച 2 പേർക്ക് 250 വോട്ടുകൾ പോലും നേടാനായില്ല. UDF പാനലിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ K. ചന്ദ്രശേഖരന് 1770 വോട്ട് ലഭിച്ചു. വറീദ് ചിറ്റിലപ്പള്ളി, TD സത്യൻ എന്നിവരെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കർണാടക അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വീഴ്ച സംഭവിച്ചതായി ആലത്തൂർ MP K. രാധാകൃഷ്ണൻ. രക്ഷാപ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തേണ്ടിയിരുന്നുവെന്നും MP. അപകടമുണ്ടായാൽ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്യണം. അത് കർണാടക സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണെന്നും രാധാകൃഷ്ണന്റെ കുറ്റപ്പെടുത്തൽ. നാട്ടാന പരിപാലന നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കാൻ നടപടി വേണമെന്ന ഊത്രാളിപ്പൂരം വടക്കാഞ്ചേരി ദേശം. പൂരം വെടിക്കെട്ട് തടസ്സങ്ങളില്ലാതെ നടത്താൻ സാഹചര്യമൊരുക്കണമെന്നും ആവശ്യം. ടൂറിസം ദേവസ്വം സഹായങ്ങൾ വർദ്ധിപ്പിച്ച് നൽകണമെന്നും ദേശപൊതുയോഗം. CA ശങ്കരൻകുട്ടി പ്രസിഡന്റ്, PN വൈശാഖ് ജനറൽ സെക്രട്ടറി. പ്രശാന്ത് പുഴങ്കരയെ ട്രഷററായി തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നൽകിയ വലിയ സ്നേഹത്തിന്, ആതുര പരിചരണ രംഗത്തെ മികവാർന്ന ഇടപെടലിന്, ജീവൻ തിരിച്ചു നൽകിയ സ്നേഹത്തലോടലിന് നന്ദി. ജാർഖണ്ഡ് ജംഷഡ്പൂർ സ്വദേശി രാമചന്ദ്രൻ സുന്ദരം ജന്മനാട്ടിലേക്ക് മടങ്ങി. സ്വരാജ് റൗണ്ടിൽ വെച്ച് ഇടിച്ചിട്ട ഓട്ടോറിക്ഷ ജീവൻ കവരാനെത്തിയപ്പോൾ ജീവൻ രക്ഷയും കരുതലുമായത് തൃശൂരിന്റെ വലിയ സ്നേഹം. തൃശൂർ പെരുമയിനി ജംഷഡ്പൂരിലും വാഴ്ത്തിപ്പാടും രാമചന്ദ്രൻ സുന്ദരം. വടക്കാഞ്ചേരി നഗരസഭയുടേത് ദുർഭരണവും അഴിമതിയുമെന്ന ആരോപണം. കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് നയിക്കുന്ന ദ്വിദിന കാൽനട പ്രചരണ ജാഥയ്ക്ക് സമാപനം. 2ാം ദിന ജാഥ അത്താണിയിൽ നിന്ന് മുണ്ടത്തിക്കോട്ടേക്ക് നടന്നു. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.